നമസ്കാരം, സൈക്കോപാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണ് EEPROM എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EEPROM ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് EEPROMന്റെ ആവശ്യകതയും EEPROM എങ്ങനെ ഉപയോഗിക്കാമെന്നും എന്താണ് EEPROM എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പം നമ്മളൊരു ചെറിയ പ്രോജക്റ്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു സംഗതി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ പ്രോജക്റ്റ് എന്ന് ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കയ്യിലൊരു ചെറിയ പുഷ് ബട്ടൺ ഉണ്ട്. നമ്മൾ ആ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ കൗണ്ടർ നമ്മൾ സീരിയൽ മോണിറ്ററിലായിരിക്കും കാണുന്നത്. അപ്പോൾ സീരിയൽ മോണിറ്ററിൽ അപ്ഡേറ്റ് ആകുന്ന കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ Arduino ബോർഡ് ഒന്ന് ഓഫ് ആക്കുന്നു, വീണ്ടും ഓൺ ആക്കുന്നു. ആ കൗണ്ടർ അതിൻ്റെ ബാക്കി, അതായത് ഇപ്പോൾ 21-ലാണ് ഞാൻ ഓഫ് ആക്കിയെങ്കിൽ വീണ്ടും ഞാൻ പ്രസ് ചെയ്യുമ്പോൾ 22 ആവും. ആ ഒരു രീതിയിലാണ്. നമുക്ക് നോർമലായുള്ള അപ്രോച്ചിൽ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് EEPROM കൂടി ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ആദ്യം തന്നെ സർക്യൂട്ട് ചെയ്യും. സർക്യൂട്ട് വളരെ സിമ്പിളായ ഒരു സർക്യൂട്ടാണ്. അപ്പം ഫസ്റ്റ് ഒരു പുഷ് ബട്ടൺ ഞാൻ കണക്ട് ചെയ്യുന്നു. പുഷ് ബട്ടൻ്റെ ഒരെൻഡ് ഞാൻ നെഗറ്റീവിലേക്ക് കൊടുക്കാനായിട്ട് ബ്രെഡ് ബോർഡിൻ്റെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ ആ എൻഡ് ഞാൻ ജസ്റ്റ് Arduinoയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാനിവിടെ Arduino മെഗയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, Arduino യൂനോയോ മെഗയോ നാനോയോ നിങ്ങളുടെ കയ്യിലുള്ള ബോർഡ് ഏതാണോ അതനുസരിച്ച് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനു മുമ്പത്തുള്ള എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഇനി ഞാൻ പുഷ് ബട്ടൻ്റെ ഒരു പിന്നും കൂടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പിന്ന് ഞാൻ ജസ്റ്റ് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തു. ഓക്കെ, അത് ഞാൻ Arduinoയുടെ A0യിലേക്ക്, A0 ആണ് ഞാൻ പുഷ് ബട്ടനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഞാനിവിടെ LED ഞാൻ ഉപയോഗിക്കുന്ന വേറൊന്നുമല്ല, പുഷ് ബട്ടൺ ഞെക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് തെളിയാനായിട്ട്, ഞെക്കി അല്ലെങ്കിൽ പ്രസ് ആയി എന്ന് എനിക്ക് മനസ്സിലാകാനായിട്ടാണ് ഈ ഒരു LED ഉപയോഗിക്കുന്നത്. ഇപ്പോൾ LEDക്ക് ഇതേപോലെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അപ്പോൾ ഞാൻ LEDയുടെ പോസിറ്റീവ് ടെർമിനൽ 13ാമത്തെ പിന്നിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 13ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നിൽ ഇത് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് 13നെ കണക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കാലങ്ങളായി എനിക്കൊന്ന് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഞാൻ കോളേജൊക്കെ തുറന്ന് ഇച്ചിരി തിരക്കിലായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മാക്സിമം ഞാൻ സമയത്ത് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പം ഞാനത് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ നോർമൽ കോഡിങ് എഴുതാം. നോർമൽ കോഡിങ് എന്ന് പറയുമ്പം എനിക്ക് ആദ്യം ഡിഫൈൻ ചെയ്യണം. ഞാൻ LED 13ാമത്തെ പിന്നായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അതേപോലെ എൻ്റെ ഇൻപുട്ട് ബട്ടൺ ഞാൻ A0 ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് എനിക്കിതിനെ സെറ്റപ്പിൽ പിൻ മോഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ പിൻ മോഡിൻ്റെ അകത്ത് ഞാൻ LED ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യുന്നു. അതേപോലെ എൻ്റെ ബട്ടൺ ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പം ഇത്രയും ഓക്കെ. നമുക്ക് നോർമൽ ഇൻപുട്ട് അല്ല, ഇൻപുട്ട് പുള്ളപ്പ് കൊടുക്കാം. ഇൻപുട്ട് പുള്ളപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതിനു മുമ്പ്. ഇനി എനിക്ക് ഈ റിസൾട്ട് കാണേണ്ട സീരിയൽ മോണിറ്ററിലാണ്. അപ്പം എനിക്ക് സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്യണം. അപ്പോൾ സീരിയൽ മോണിറ്റർ ഞാൻ എനേബിൾ ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു കൗണ്ടർ വേരിയബിൾ ഉണ്ടാക്കുവാണ്. ഓക്കെ, കൗണ്ടർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കുന്നു. ഇനി ഞാൻ ഈ ഒരു കൗണ്ടർ വേരിയബിൾ പ്രസ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ മാറ്റം വരണമെന്ന് ലോജിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നമ്മുടെ പുഷ് ബട്ടൻ്റെ അതേ ഒരു പ്രോഗ്രാം നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാം തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യം ഈ പ്രസ്സായോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിൾ വേണം. തൽക്കാലം ഞാൻ ബൂലിയൻ ഡാറ്റ ടൈപ്പിലാണ് ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് ഞാൻ ഇനിഷ്യലായിട്ട് 0 കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബൂലിയൻ എന്ന് പറഞ്ഞ ഡാറ്റ
സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കൂടാതെ തന്നെ എൻ്റെ പുഷ് ബട്ടൺ പ്രസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. പുഷ് ബട്ടൺ പ്രസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. പ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോ ആയിരിക്കും വരിക. അപ്പോൾ പ്രസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്രീവിയസ് ഡാറ്റ, ഈ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ശരിക്കും പുഷ് ബട്ടൺ പ്രസ് ആയോ അല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ടാണ്. അപ്പം ഡാറ്റ എന്ന വേരിയബിൾ ഇനിഷ്യലി 0 ആണ്. അത് 0 ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ എൻ്റെ പുഷ് ബട്ടൺ ഞാൻ പ്രസ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യുന്നു. പ്രസ് ചെയ്തെങ്കിൽ, ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ആദ്യം ഡാറ്റ 1 ആവണം. അതിനുശേഷം കൗണ്ടർ ഒന്ന് കൂടണം. ഓക്കെ, കൗണ്ടർ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ കൗണ്ടർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ കൗണ്ടർ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കൗണ്ടർ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഇനിയിപ്പം എനിക്ക് കൗണ്ട് അല്ലെങ്കിൽ എന്നും കൂടെ വേണമെങ്കിൽ കൗണ്ട് എന്നൊരു മെസ്സേജ് കൊടുക്കുന്നു. ഓക്കെ, സെമിക്കോളൻ ഒക്കെ ഇടുന്നു. ഇവിടെ ഞാൻ പ്രിന്റ് LN ആക്കുന്നു. ഇത് നോർമൽ വേയിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ LCD അല്ലെങ്കിൽ എൻ്റെ LED ഒന്ന് ഓൺ ആവണം. ഡിജിറ്റൽ റൈറ്റ് LED, ഹൈ. LED ഓണായി. ഇനി ഇതല്ലെങ്കിൽ ഇപ്പൊ എൽസിന്റെ അവിടെ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ് ഇഫ് ആണ് ഞാൻ കൊടുക്കുന്നത്, വേറൊന്നിനുമല്ല. ഇപ്പൊ ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സംഭവിക്കും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഒരൊറ്റ പ്രസ്സിൽ തന്നെ ഒന്നുകൂടി സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഡാറ്റ 1 ആക്കിയത്. പിന്നെ ഈ ഡാറ്റ 0 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഡാറ്റ 0 ആക്കണമെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കേണ്ടത്? നമ്മൾ പ്രസ് വിട്ടു, അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ റീഡിൽ നിന്ന് നമ്മൾ പ്രസ് വിട്ടു, ബട്ടണിൽ നിന്നും പുഷ് വിട്ടു എന്ന് നമ്മൾ Arduinoയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ എൽസിഫ് കൊടുത്തത്. എൽസിഫ് കൊടുത്തിട്ട് അവിടെ ഹൈ ആക്കണം. അപ്പൊ ഹൈ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ബട്ടണിൽ നിന്ന് പ്രസ് വിട്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കണം? ഒന്നാമതേ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ 0 ആവണം. അതേപോലെ രണ്ടാമതായിട്ട് നടക്കേണ്ടത് നമ്മുടെ LED ഓഫ് ആവണം. LED, ലോ. ഇവിടെ നമുക്ക് ചെറിയൊരു ഡിലേ കൊടുക്കാം. അധികം കാര്യമായ ഡിലേ ഒന്നും വേണ്ട, ഒരു 25 മില്ലി സെക്കൻഡ്. അപ്പൊ ഇതാണ് നമ്മുടെ നോർമൽ വേയിൽ എഴുതിയ പ്രോഗ്രാം. ഇത് ഞാൻ തൽക്കാലം എൻ്റെ Arduino മെഗയിലേക്ക്, എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ മെഗായേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മെഗയിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എററുകളൊന്നും തന്നെ ഇല്ല. ഞാൻ ജസ്റ്റ് സീരിയൽ മോണിറ്റർ എടുക്കുന്നു. അപ്പോൾ അവിടെ ഒന്നും വന്നിട്ടില്ല. പ്രസ് കൊടുക്കുന്നു. അപ്പോൾ കൗണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെ ഞാൻ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സീരിയൽ മോണിറ്ററിൽ അത് കൃത്യമായി കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ Arduino ഞാൻ റീസെറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. എൻ്റെ Arduino റീസെറ്റായി. Arduino ഓഫ് ആയിട്ട് ഓൺ ആയി, അത് എഫക്റ്റ് ആയി. ഇനി ഞാൻ ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ശരിക്കും എനിക്ക് വരേണ്ടത് 16 ആണ്, പക്ഷേ ഇവിടെ 1 ആണ് വന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഓക്കെ, നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ ഞാൻ എൻ്റെ കൗണ്ട് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്താ? കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിളിലാണ്. ഈ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ Arduinoയുടെ മൈക്രോ കൺട്രോളറിന്റെ അകത്തെ റാമിന്റെ ഉള്ളിലായിരിക്കും ഉള്ളത്. അപ്പം അത് ഒരു റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി അല്ല, റാൻഡം ആക്സസ് മെമ്മറിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലെ ഡാറ്റ ഇതിന് കറണ്ടിന്റെ പ്രസൻസ് ഇല്ലാതാകുമ്പോൾ നശിച്ചു പോകും. അത് കറണ്ട് ഇല്ലെങ്കിൽ ആ ഡാറ്റ അവിടെ കാണില്ല. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡാറ്റ അവിടെ കാണൂ. അപ്പം എനിക്ക് കറണ്ട് ഉള്ളപ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്കൊരു ഡാറ്റ സ്ഥിരമായിട്ട് എൻ്റെ Arduinoയിൽ സ്റ്റോർ ചെയ്യേണ്ടി വരുമെന്നെങ്കിൽ ആ സമയത്താണ് ഞാൻ EEPROM യൂസ് ചെയ്യുക. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറി ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റീഡും റൈറ്റും ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അതേ സെക്കൻഡറി മെമ്മറി പോലെയൊക്കെ തന്നെ നമുക്ക് ഇതിൽ ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം എങ്ങനെ EEPROM ഉപയോഗിക്കാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ Arduinoയ്ക്ക് EEPROM ജസ്റ്റ് Arduinoയുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ജസ്റ്റ് Arduino EEPROM എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ റെഫറൻസ് കിട്ടും. ജസ്റ്റ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് എത്ര മെമ്മറി സ്റ്റോർ ചെയ്യാം, എത്ര അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു
അർഡിനോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. അപ്പം EEPROM Arduino Uno ഒക്കെ ആണെങ്കിൽ 1024 ബൈറ്റ് ആണ് കിട്ടുക. അതായത് 1024 ഡിഫറെന്റ് അഡ്രസ്സിൽ നമുക്ക് 250 വരെ ഉള്ള വാല്യൂസ് എന്ന് തോന്നുന്നു നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്രയും 1024 ബൈറ്റ്. ഓക്കെ, 1024 ബൈറ്റ്സ് മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 8 ബിറ്റ് ഡാറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ 8 ബിറ്റിൽ 256 0 മുതൽ 256 വരെയുള്ള ഡിഫറെന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും Arduino യൂനോയിലാണെങ്കിൽ. Arduino മെഗ ആണെന്നുണ്ടെങ്കിൽ 4 കിലോബൈറ്റ്, അതായത് 4096 ബൈറ്റ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പം ഇപ്പൊ ജസ്റ്റ് ഞാനിങ്ങനെ ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം EEPROM വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് EEPROMന്റെ ഒരു ആവശ്യകതയുണ്ടെങ്കിൽ നമുക്ക് EEPROMന്റെ ഹെഡർ ഫയലിനെ വിളിക്കണം. ഈ ഹെഡർ ഫയലിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഹെഡർ ഫയൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, Arduino ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി വെച്ച ഒരു സെറ്റ് ഓഫ് കോഡ് അടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഫയലിലാണ് ആ സെറ്റ് ഓഫ് കോഡ് ഉള്ളത്. അപ്പോൾ അത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെഡർ ഫയൽ വിളിക്കണം. അപ്പം #include EEPROM.h. EEPROM.h എന്ന് പറഞ്ഞാൽ EEPROMനെ ആക്സസ് ചെയ്യാനുള്ള ഹെഡർ ഫയൽ ഞാനിപ്പോൾ കോൾ ചെയ്തു. അപ്പോൾ എനിക്ക് EEPROM സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഈ ഒരു EEPROM വെച്ച് ഞാൻ പ്രോഗ്രാം ചെയ്ത് വരുമ്പോൾ എനിക്ക് ഇനിഷ്യലി റീഡ് ചെയ്യണം. ഇപ്പം ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ കൗണ്ടർ എന്ന് പറഞ്ഞ സംഗതി പ്രീവിയസ് ആയിട്ടുള്ളത് എത്രയാണോ അത് എനിക്ക് ആ കൗണ്ടർ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനിഷ്യൽ ആയിട്ട് എനിക്ക് കഴിഞ്ഞ ഐറ്ററേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം ഓഫ് ആയി കഴിഞ്ഞിട്ട് ഉള്ള സമയത്തുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഞാൻ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ റൺ ചെയ്തപ്പം എൻ്റെ ആയിട്ട് നിന്ന 15 ആണ്. അപ്പോൾ അടുത്ത റണ്ണിൽ എനിക്ക് ആ 15 കിട്ടണം. അപ്പോൾ 15 എവിടെ ഉണ്ടാവും? EEPROMൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ കേസിൽ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കേസിൽ അപ്പോൾ എനിക്ക് ആദ്യം ആ 15നെ സ്റ്റോർ ചെയ്തെടുത്ത് നിന്ന് എടുക്കണം. എന്നിട്ട് അത് കൗണ്ടറിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ കൗണ്ടർ ഈക്വൽ ടു EEPROM.read. ഇനി നമ്മൾ അഡ്രസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അഡ്രസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ബൈറ്റ്സിന്റെ കണക്ക് 1024 ബൈറ്റ് ആണ് Arduino യൂനോയ്ക്കെന്നും, അതുപോലെ 4 കിലോബൈറ്റ് Arduino മെഗയ്ക്കും അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് സത്യത്തിൽ നമ്മൾ അഡ്രസ് ആണ്. അഡ്രസ് എന്ന് പറയുന്നത് ആണ് ഓക്കെ, ഞാനിപ്പോൾ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കാം, ഇൻറ്റ്. അഡ്രസ് എന്ന് പറയുന്നത് Arduino യൂനോ ആണെങ്കിൽ 0 മുതൽ 1024 വരെ പറ്റും. അതേപോലെ Arduino നാനോ ആണെങ്കിൽ Arduino മെഗ ആണെങ്കിൽ 4 കിലോബൈറ്റ് വരെ പറ്റും. അപ്പം ഞാൻ തൽക്കാലം 0 ആണ് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ബോർഡിന്റെ മെമ്മറി സൈസ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1024 ബൈറ്റ് എന്നുള്ളത് അതാണ് സൂചിപ്പിക്കുന്നത്. ഇനി അപ്പം ഞാനിവിടെ ഇനി അഡ്രസ്സ് കൊടുത്താൽ മതിയാവും. അപ്പോൾ അഡ്രസ് ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം എനിക്ക് കൗണ്ടറിലേക്ക് എൻ്റെ അഡ്രസ് 0യിലുള്ള വാല്യൂ സ്റ്റോർ ആയി. എനിക്ക് വേണമെങ്കിൽ അഡ്രസ്സ് 0, 0യോ 1ഓ അങ്ങനെ എനിക്ക് പല ഡാറ്റാസ് പല അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു സമയം തന്നെ ഒന്നിൽ കൂടുതൽ അഡ്രസ്സുകളിൽ വിവിധ തരം ഡാറ്റകൾ EEPROMൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെയൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ പ്രോഗ്രാം ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിവിടെ 0 എന്ന് പറഞ്ഞ അഡ്രസ്സിൻ്റെ അകത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയത്. EEPROM.read. EEPROMൽ നിന്ന് റീഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇനിഷ്യലായിട്ട് കൗണ്ടറിന്റെ അകത്തേക്ക് റീഡ് ചെയ്തു. അപ്പം ഇതേ സാഹചര്യത്തിൽ തന്നെ ഞാൻ ജസ്റ്റ് EEPROMലേക്ക് 0 റൈറ്റ് ചെയ്യാൻ പോകും. വേറൊന്നുമല്ല, നമുക്ക് ആ ഒരു ഡാറ്റ എപ്പോഴെങ്കിലും 0 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് 2ൽ കൂടുതൽ തവണ റീസെറ്റ് ചെയ്താൽ മതി എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ അതിന് ചെയ്യാൻ പോകുന്നത്. EEPROM.write. അപ്പോൾ റൈറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ആദ്യം അഡ്രസ്സ് കൊടുക്കുക, പിന്നെ വാല്യൂ കൊടുക്കുക. ഈ വാല്യൂ എന്ന് പറയുന്ന സംഗതി 0 മുതൽ 255 വരെ വരാം. അത് 8 ബൈറ്റ് ആണ്. 0 മുതൽ 255 വരെ കൊടുക്കാം. അത് 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് എന്ന് പറയുന്ന 8 ബിറ്റ് ആണ്. അതുകൊണ്ടാണ് 0 മുതൽ 255 വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ജസ്റ്റ് 0 ആണ് കൊടുക്കുന്നത്. 255 കൂടുതൽ ഒരു വാല്യൂ EEPROMലെ ഒരു ബിറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു അഡ്രസ്സിൽ 0 മുതൽ 255 വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. EEPROM.write എന്ന് പറഞ്ഞൊരു കമാൻഡാണ് ഞാനിവിടെ ഉപയോഗിച്ചത്.
അപ്പം ഇതിലും കുറച്ചുകൂടി നല്ലൊരു കമാൻഡ് എന്ന് പറയുന്നത് EEPROM .update ആണ്. അപ്പം റൈറ്റും അപ്ഡേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അഡ്രസ്സിൻ്റെ ഉള്ളിൽ 0 കൊടുത്തു. EEPROM .write ആണെന്നുണ്ടെങ്കിൽ അഡ്രസ്സിൻ്റെ ഉള്ളിൽ 0 ആണെങ്കിലും ഒന്നുകൂടി 0 റീറൈറ്റ് ചെയ്യും. എന്നാൽ EEPROM .update ആണെങ്കിലോ അത് 0 ആണെങ്കിൽ ഒന്നും ചെയ്യില്ല. അത് ചേഞ്ച് ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂവിന് മാറ്റമുണ്ടെങ്കിൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യൂ. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EEPROMന്റെ ലൈഫ് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഒരു EEPROM റൈറ്റിൽ ഒരു പർട്ടിക്കുലർ സൈക്കിളിൽ കൂടുതൽ തവണ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഈ സൈക്കിളിന്റെ എണ്ണം ഒരു 10,000 അല്ല, ഒരു 1,00,000 കൗണ്ടോളം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായി അറിയില്ല, ജസ്റ്റ് റെഫറൻസിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ കൂടുതൽ സൈക്കിൾസ് നമുക്ക് EEPROMൽ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു അഡ്രസ്സിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ലൈഫ് കിട്ടാനാണ് നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുന്നത്. ഇനി എനിക്ക് കൗണ്ടർ കൂട്ടിക്കിട്ടി. ഇനി ഞാൻ കൂട്ടിക്കിട്ടിയ കൗണ്ടറിലേക്ക് അല്ലെങ്കിൽ കൗണ്ടറിന്റെ വാല്യൂ EEPROMലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. EEPROM .update. അപ്പൊ അപ്ഡേറ്റിന്റെ ഉള്ളിൽ ഞാൻ ആദ്യം അഡ്രസ്സ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ എന്താ കൊടുക്കുന്നത്? കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം, വെരിഫൈ ചെയ്യാം. ആദ്യം വെരിഫൈ ചെയ്യാം. ഓക്കെ, എറർ ഒന്നുമില്ല. ഓക്കെ, ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ എൻ്റെ സീരിയൽ മോണിറ്റർ ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി എടുക്കാം. സീരിയൽ മോണിറ്റർ ഒന്നുകൂടി എടുക്കുന്നു. എൻ്റെ പ്രോഗ്രാമാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ കൗണ്ട് 1, കൗണ്ട് 2, കൗണ്ട് 3, കൗണ്ട് 4, കൗണ്ട് 5, കൗണ്ട് 6 അങ്ങനെ പറഞ്ഞ് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ അർഡിനോ റീസെറ്റ് ചെയ്യുന്നു. കൗണ്ട് 7, കൗണ്ട് 8, കൗണ്ട് 9, കൗണ്ട് 10. ഞാൻ ഒന്നുകൂടി റീസെറ്റ് ചെയ്യുന്നു. മാറുന്നുണ്ട്. ഞാൻ ഇനി 2 തവണ റീസെറ്റ് ചെയ്യുവാണ്. ഒന്ന് റീസെറ്റ് ചെയ്തപ്പോഴേക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഈ പ്രോഗ്രാമിൽ നോക്കാം. ഒന്ന് റീസെറ്റ് ചെയ്തപ്പോൾ കൗണ്ടറിന്റെ വാല്യൂ എന്തായി? EEPROM .readന്റെ അകത്തുള്ള വാല്യൂ ആയി, അതായത് 14 ആയി. അപ്പൊ ഞാൻ ജസ്റ്റ് അത് കഴിയുമ്പോൾ എന്താ, EEPROMന്റെ അഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ഞാൻ 0 ആണ് വെച്ചത്. ഞാൻ ഇനി പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നത് വരെ EEPROMന്റെ അപ്ഡേറ്റിൽ അല്ലെങ്കിൽ EEPROMലെ അഡ്രസ്സിൽ 0 ആയിരിക്കും കിടക്കുക. ഞാൻ ഇനി ഒന്നുകൂടി റീസെറ്റ് ചെയ്യുമ്പോൾ കൗണ്ടറിന്റെ ഉള്ളിൽ എന്തായി? നേരത്തെ 0 ആയി. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുക. ഞാൻ ഒന്നുകൂടി റീസെറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, 1, 2, 3, 4 കറക്റ്റായിട്ട് EEPROM വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ റീസെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡാറ്റ കിട്ടും. അത് നമ്മൾ അപ്ലൈ ചെയ്ത ലോജിക് അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രധാനമായുള്ള ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അർഡിനോ ഓഫായി. ഞാൻ വീണ്ടും അതിൻ്റെ അർഡിനോയിൽ നിന്നും പവർ പോയി. വീണ്ടും പവർ വന്നാലും പ്രീവിയസ് ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം EEPROMന്റെ ഒരു ബേസിക്സ് ആയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. EEPROM പല ബോർഡുകൾ അനുസരിച്ച് പല എമൗണ്ട് ഓഫ് മെമ്മറി ആണെന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നിന്ന് എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ രവി, സൈനിങ് ഔട്ട്. സീ യു.